ലോകത്ത് മനുഷ്യരിന്ന് റബ്ബിനെ മറക്കാൻ കാരണമാകുന്നത്, മുസ്തഫ പഠിപ്പിച്ച ആശയങ്ങളിൽ നിന്ന് വിട പറയാൻ നിമിത്തമാകുന്നത് 5 പ്രധാനപ്പെട്ട കാരണങ്ങളാലാണ്. അതുകൊണ്ട് തന്നെ ആ 5 മഹത്തായ കാര്യങ്ങളെയും നമ്മുടെ പ്രാർത്ഥനയിൽ നിത്യവും നമ്മൾ ഉൾപ്പെടുത്തിയേ പറ്റൂ. അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്ത് പഠിപ്പിച്ചു തന്നു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശർരി സംഇ വമിൻ ശർരി ബസരി വമിൻ ശർരി ലിസാനി വമിൻ ശർരി ഖൽബി വമിൻ ശർരി മനി. ഇവിടെ ഇരിക്കുന്നവരൊന്ന് ചോദിക്കുക, എനിക്കിത് മനഃപ്പാടമുണ്ടോ? ഈ ഒരു പ്രാർത്ഥന ഞാൻ ചൊല്ലാറുണ്ടോ? എൻ്റെ മക്കൾ ചൊല്ലാറുണ്ടോ? ഉമ്മമാര് ചോദിക്ക്, നിങ്ങൾക്കിതറിയാമോ? കുടുംബത്തിൽ എത്ര പേർക്കറിയാം? അല്ലാഹുവേ ഇന്നി അഊദു ബിക, ഞാൻ നിന്നോട് കാവൽ തേടുകയാണ്, മിൻ ശർരി സംഇ, എൻ്റെ കാതുകൊണ്ടുണ്ടാകുന്ന തിന്മകളിൽ നിന്ന്, വമിൻ ശർരി ബസരി, എൻ്റെ കണ്ണുകൊണ്ടുണ്ടാകുന്ന തിന്മകളിൽ നിന്ന്, വമിൻ ശർരി ലിസാനി, എൻ്റെ നാവ് കൊണ്ടുണ്ടാകുന്ന തിന്മകളിൽ നിന്ന്, വമിൻ ശർരി ഖൽബി, എൻ്റെ ഹൃദയം മുഖേന സംഭവിക്കുന്ന തിന്മകളിൽ നിന്ന്, വമിൻ ശർരി മനി, എൻ്റെ ലൈംഗികാവയവം മുഖേന ഉണ്ടാകുന്ന ശർറിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ തേടുന്നു. അല്ലാഹ്, മുസ്തഖീമായ റൂട്ടിൽ ജീവിക്കണമെങ്കിൽ ഈ പ്രാർത്ഥന അർത്ഥത്തോടുകൂടി പഠിച്ചു മനസ്സിലാക്കി ചൊല്ലിയേ പറ്റൂ. അത്രക്ക് ആശയങ്ങൾ നിറഞ്ഞതാണ് 5 കാര്യങ്ങൾ. നിങ്ങൾ ഈ രാജ്യത്ത് നടക്കുന്ന ഏതെല്ലാം തോന്നിവാസങ്ങളുണ്ടോ, ലഹരിയാവട്ടെ, അതേപോലെ തന്നെ അവിഹിതമായ ബന്ധങ്ങളാവട്ടെ, അവിഹിതമായ ചാറ്റിങ്ങുകളും സംസാരങ്ങളും ഫോൺ കോളുകളും ആവട്ടെ, വ്യഭിചാരങ്ങളാവട്ടെ, ലഹരിയുടെയും മറ്റു സംസ്കാരങ്ങളാവട്ടെ, ഏതൊക്കെ തോന്നിവാസങ്ങളുടെയും മയക്കുമരുന്നിൻ്റെയും പിറകിലും വേണ്ടാവൃത്തിയുള്ള നോട്ടത്തിലും കേൾവിയിലും ആനന്ദത്തിലും സംഗീതത്തിലും മ്യൂസിക്കിലും ഡാൻസിലും പോരാത്ത ഒട്ടേറെ കാര്യങ്ങളിലും അന്ധവിശ്വാസങ്ങളിലും മതനിരാസത്തിലും ലിബറൽ ചിന്താഗതികളിലും ഇപ്പറഞ്ഞ 5 കാര്യങ്ങളിലൂടെ അല്ലാതെ കടന്നു പോകുന്ന ഏത് തിന്മയാണുള്ളത്? അതുകൊണ്ടാണ് പ്രാർത്ഥിക്കേണ്ടത്. അല്ലാഹുവേ, വിവരിക്കാൻ എനിക്ക് നേരമില്ല. കാതുകൊണ്ട് മാത്രമുണ്ടാകുന്ന ആപത്തുകൾ എത്രയാണ്, കണ്ണ് മുഖേന സംഭവിക്കുന്ന ആപത്തുകൾ എത്രയാണ്, നാവ് കൊണ്ട് സംഭവിക്കുന്ന ആപത്തുകൾ എത്രയാണ്, ഖൽബ് കൊണ്ട് സംഭവിക്കുന്ന ആപത്തുകൾ എത്രയാണ്, ലൈംഗികാവയവം കൊണ്ട് സംഭവിക്കുന്ന ആപത്തുകൾ എത്രയാണ്. ഗ്രന്ഥങ്ങൾ ശേഖരിച്ചിട്ടുള്ള ലൈബ്രറികളിലൊന്ന് നിങ്ങളൊന്ന് സെർച്ച് ചെയ്തു നോക്കൂ. അവയവങ്ങൾ, മനുഷ്യന്റെ അവയവങ്ങൾ മുഖേന സംഭവിക്കുന്ന ആപത്തുകളെ കുറിച്ച് മാത്രം തിസീസുകൾ എഴുതിയ, അതെഴുതിയിട്ട് ഡോക്ടറേറ്റ് വാങ്ങിയ മഹാപണ്ഡിതന്മാർ മനുഷ്യ ശരീരത്തിലെ ഓരോ അവയവങ്ങൾ കൊണ്ടും മനുഷ്യൻ ചെയ്യുന്ന തെറ്റുകൾ കൊണ്ട് അവൻ എത്തിപ്പെടുന്ന ആപത്തുകളെ 100 കണക്കിനാണ് വിശദീകരിച്ചിട്ടുള്ളത്. നമുക്ക് നല്ല ഭയം വേണ്ടേ ഉപ്പമാരെ, ഉമ്മമാരെ? ഇക്കാലഘട്ടം വളരെ മോശമായി എന്ന് കരഞ്ഞിട്ട് കാര്യമുണ്ടോ? അതിനെക്കുറിച്ച് പരിതപിച്ചിട്ട് കാര്യമുണ്ടോ? പരിഹാരങ്ങൾ നമ്മൾ ചെയ്യണ്ടേ?